സഖാവ് സീതാറാം യെച്ചൂരിയുടെ അനുസ്മരണ പരിപാടിയിൽ ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന സാമൂഹ്യ മാധ്യമ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അഭിമാനകരമായ കാര്യമാണ്. ധീരോദാത്തമായ ഒരു രാഷ്ട്രീയ ജീവിതത്തിനാണ് സഖാവ് സീതാറാം യെച്ചൂരിയുടെ വേർപാടോടെ തിരശ്ശീല വീണിരിക്കുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിനും മതനിരപേക്ഷ രാഷ്ട്രീയത്തിനും പൊതുവിലും തൊഴിലാളി വർഗ വിപ്ലവ പ്രസ്ഥാനത്തിന് പ്രത്യേകിച്ചും നികത്താനാവാത്ത നഷ്ടമാണ് സഖാവ് സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. അങ്ങേയറ്റത്തെ ദുഃഖത്തോടും ഹൃദയവേദനയോടും കൂടിയാണ് സഖാവ് സീതാറാം യെച്ചൂരി നമ്മെ വിട്ടുപിരിഞ്ഞു എന്ന യാഥാർത്ഥ്യം ഇപ്പോഴും നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ദീർഘമായ കാലയളവിൽ അദ്ദേഹത്തെ ഒപ്പം പ്രവർത്തിക്കാനുള്ള അവസരം ഞങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലെ പ്രസ്ഥാനവുമായും ആലപ്പുഴ ജില്ലയിലെ പ്രവർത്തകരുമായും വളരെ അടുത്ത ഹൃദയബന്ധമാണ് അദ്ദേഹം പുലർത്തിയിരുന്നത്. വളരെയധികം ലാളിത്യത്തോടെ അങ്ങേയറ്റത്തെ പ്രതിബദ്ധതയോടെ അദ്ദേഹം നമുക്കിടയിൽ പ്രവർത്തിച്ചു. പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിലും ദീർഘകാലം പാർട്ടി കേന്ദ്രത്തിൻ്റെ ഭാഗമായുമൊക്കെ അദ്ദേഹം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തെ ശരിയായ നിലയിൽ മുമ്പോട്ട് നയിക്കുന്നതിൽ സുപ്രധാനമായ പങ്കാണ് സഖാവ് സീതാറാം യെച്ചൂരി നിർവഹിച്ചത്. CPIM-ൻ്റെ നേതൃനിരയിൽ സീതാറാമിൻ്റെ അസാധാരണമായ നേതൃശേഷിയും സംഘടനാ പാഠവും പ്രത്യയശാസ്ത്ര വ്യക്തതയും എന്നും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ മാർഗനിർദ്ദേശകമായിട്ടുണ്ട്. അടിയന്തരാവസ്ഥയുടെ ഭീകരതയെ നിർദ്ദയം നടത്തിയ അടിയന്തരാവസ്ഥയുടെ ആക്രമണങ്ങളെ വളരെ ശക്തമായി നേരിട്ട വിപ്ലവകാരിയായ വിദ്യാർത്ഥിയായിരുന്നു സഖാവ് സീതാറാം യെച്ചൂരി. ആ നിലവാരത്തിൽ നിന്ന് രാജ്യമാകെ ബഹുമാനിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ പൊതുവിലും CPIM-ൻ്റെ വിശേഷിച്ചും ഏറ്റവും സമുന്നതമായ നേതൃസ്ഥാനത്ത് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സാർവദേശീയമായി തന്നെ ലോകത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങളുമായി, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഇന്ത്യയിലെ നേതാക്കന്മാരിൽ ഏറ്റവും ശ്രദ്ധേയനായിരുന്നു സഖാവ് സീതാറാം യെച്ചൂരി. അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഉജ്ജ്വലമായ ഏടുകളിലൊന്നാണ്. ദൈക്ഷണികതയും നേതൃപാഠവും ഒരുപോലെ കൈമുതലായിരുന്ന സഖാവ് സീതാറാം യെച്ചൂരി സംഘാടകൻ, പാർലമെൻറ്റേറിയൻ, രാഷ്ട്രതന്ത്രജ്ഞൻ തുടങ്ങി തന്നിൽ നിക്ഷിപ്തമായ ബഹുമുഖമായ ഉത്തരവാദിത്വങ്ങളെല്ലാം മികച്ച രീതിയിലാണ് അദ്ദേഹം നിർവഹിച്ചത്. കർഷക, തൊഴിലാളി, അടിസ്ഥാന ജനവിഭാഗങ്ങളുടെയും വിമോചനത്തിനായി തൻ്റെ രാഷ്ട്രീയ ജീവിതം ഒഴിഞ്ഞുവെച്ച അദ്ദേഹം സംഘപരിവാർ അഴിച്ചുവിടുന്ന വർഗീയതക്കെതിരെ ഉയർന്ന ബഹുജന മുന്നേറ്റങ്ങളുടെ നേതൃനിരയിൽ അതിശക്തമായ നായകസ്ഥാനമാണ് അദ്ദേഹം വഹിച്ചിരുന്നത്. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം തിരിച്ചടികൾ നേരിട്ട ഘട്ടങ്ങളിലെല്ലാം അടിപതറാതെ തൻ്റെയോടൊപ്പമുള്ള സഖാക്കൾക്കും പ്രസ്ഥാനത്തിനും ആത്മവിശ്വാസം പകർന്നു നൽകുന്നതിലും പല ഘട്ടങ്ങളിലും ദേശീയ രാഷ്ട്രീയത്തെ തന്നെ സ്വാധീനിക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾക്ക് രൂപം നൽകുന്നതിലും അദ്ദേഹം വളരെ നിർണായകമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ജവഹർലാൽ നെഹ്റു സർവകലാശാല യൂണിയൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം 3 തവണ തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ആ ഒരു പദവി അല്ലെങ്കിൽ അത്തരമൊരു ചുമതല നിർവഹിക്കാൻ പിന്നീടും അതിനു മുമ്പും ഇന്നേ വരെ മറ്റൊരാൾക്കും സാധിച്ചിട്ടില്ല. വിദ്യാർത്ഥി സമൂഹത്തിലെ സീതാറാമിൻ്റെ അസാധാരണമായ സ്വീകാര്യതയ്ക്കുള്ള ദൃഷ്ടാന്തമാണ്. അനിതര സാധാരണമായ സംഘടനാശേഷിയും പ്രത്യയശാസ്ത്ര വ്യക്തതയും പ്രശ്നപരിഹാര പാഠവും ഉള്ളതുകൊണ്ട് തന്നെയാണ് വളരെ ചെറുപ്പത്തിൽ 33-ാമത്തെ വയസ്സിൽ സീതാറാം CPIM കേന്ദ്ര കമ്മിറ്റി അംഗമായി എത്തിയത്. 40-ാമത്തെ വയസ്സിൽ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു.
ഇതുകൊണ്ട് തന്നെ അതിവിപുലമായ വായനയിലൂടെ ലോകചരിത്രവും ഇന്ത്യാചരിത്രവും സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ പരിണാമത്തിൻ്റെ ചരിത്ര വഴികളും വ്യത്യസ്തമാക്കിയ സീതാറാം സമകാലീന കാര്യങ്ങളുടെയും അന്താരാഷ്ട്ര ബന്ധങ്ങളുടെയും അപഗ്രഥന കാര്യത്തിൽ അവയൊക്കെ ഫലപ്രദമായ വിധത്തിൽ ഉപയോഗിക്കുകയുണ്ടായി. അസാധാരണമായൊരു പ്രസംഗ ശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അനർഘളമായി, വളരെ പണ്ഡിതോചിതമായി, ആഴത്തിലുള്ള രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹ്യ പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രഭാഷണമാണ് അദ്ദേഹം നടത്തിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ വലിയൊരു വിഭാഗം ജനങ്ങളെ വലിയ തോതിൽ സ്വാധീനിക്കാനും അവരുടെ മനോഭാവങ്ങളെ, പാർട്ടി പ്രവർത്തകരുടെയും ജനങ്ങളുടെയും മനോഭാവങ്ങളെ മാറ്റിമറിക്കാൻ പോരുന്നതായിരുന്നു. ആശയവ്യക്തതയുള്ള പ്രസംഗങ്ങൾ ഏറ്റവും അവസാനം ആലപ്പുഴ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിൻ്റെ ഭാഗമായി അദ്ദേഹം EMS സ്റ്റേഡിയത്തിന് സമീപമുള്ള പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയുണ്ടായി. ഇന്ത്യ കൂട്ടായ്മയുടെ പ്രാധാന്യം, ആ ഒരു ബദൽ രാഷ്ട്രീയ സംവിധാനം, ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ രൂപീകരണം, അതിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ അനിവാര്യത, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ വളരെ ലളിതമായി അവതരിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ആലപ്പുഴയിലെ പ്രസംഗം ദേശീയ മാധ്യമങ്ങൾ വളരെയധികം പ്രാധാന്യത്തോടെയാണ് അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായത്. കാരണം കാമ്പുള്ള പ്രസംഗമായതുകൊണ്ടും കാമ്പുള്ള ആശയമായതുകൊണ്ടും കാമ്പുള്ള കാഴ്ചപ്പാടായതുകൊണ്ടുമാണ് ആ നിലയിൽ അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിന് ആ നിലയിലുള്ള സ്വീകാര്യത ലഭിച്ചത്. ഞാനിവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ 80കളുടെ ആദ്യമാണ് അദ്ദേഹം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയായി ചെല്ലുമ്പോഴാണ് അദ്ദേഹം SFIയുടെ അഖിലേന്ത്യാ ഭാരവാഹിയാകുന്നത്. സഖാവ് MA ബേബി അഖിലേന്ത്യാ പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ അഖിലേന്ത്യാ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. അതിനുശേഷം സഖാവ് MA ബേബി SFIയുടെ പ്രസിഡന്റ് സ്ഥാനം ഒഴിയുമ്പോൾ പകരം ആദ്യമായി, സാധാരണ കേരളത്തിൽ നിന്നാണ് SFIയുടെ പ്രസിഡന്റുമാരായ സഖാക്കൾ വരാറുള്ളത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി സഖാവ് സീതാറാമിനെ SFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായി തീരുമാനിക്കാനുണ്ടായത്. അപ്പോൾ അദ്ദേഹം വിദ്യാർത്ഥി യൂണിയൻ്റെ പ്രവർത്തകൻ എന്ന നിലയിലും വിദ്യാർത്ഥി നേതാവെന്ന നിലയിലും അദ്ദേഹത്തിന് ആർജിക്കാൻ കഴിഞ്ഞ വളരെ ആഴത്തിലുള്ള ചിന്ത കൊണ്ട്, അദ്ദേഹത്തിൻ്റെ സംഘടനാ വൈഭവം കൊണ്ട് ആർജിക്കാൻ കഴിഞ്ഞ ആ സ്വീകാര്യതയാണ് അദ്ദേഹത്തെ വളരെ വേഗം SFIയുടെ അഖിലേന്ത്യാ നേതൃനിരയിലേക്ക് എത്തിച്ചത്. ആ SFIയുടെ നേതൃനിരയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ അദ്ദേഹം CPIMൻ്റെ അഖിലേന്ത്യാ കേന്ദ്രത്തിൻ്റെ ഭാഗമാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. 1984 അദ്ദേഹം CPIM കേന്ദ്ര കമ്മിറ്റിയിലെ ക്ഷണിതാവ് എന്ന നിലയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുകയുണ്ടായി. സഖാവ് സീതാറാം യെച്ചൂരിയുടെ ഒപ്പം അന്ന് സഖാവ് S രാമേന്ദ്രൻ പിള്ള, സുനിൽ മൊയ്ത്ര, ബിമൻ ബസു, അതുപോലെ മണിക് സർക്കാർ തുടങ്ങിയ പ്രഗത്ഭരായ നേതാക്കന്മാരുടെ നിരയോടൊപ്പം അദ്ദേഹവും കേന്ദ്ര കമ്മിറ്റി ക്ഷണിതാവായി. അടുത്ത പാർട്ടി കോൺഗ്രസ്സിൽ 1985 തോന്നുന്നു, അടുത്ത പാർട്ടി കോൺഗ്രസ്സിൽ അദ്ദേഹം പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിൽ അംഗമായി പൂർണ്ണമായി തിരഞ്ഞെടുക്കപ്പെടുകയും അതിനുശേഷം അദ്ദേഹം 40ാമത്തെ വയസ്സിൽ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം പോളിറ്റ് ബ്യൂറോ അംഗമായിരിക്കുന്ന ഘട്ടത്തിൽ ലോകത്തിലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നേരിട്ട വലിയ പ്രതിസന്ധിയായിരുന്നു സോഷ്യലിസ്റ്റ് സംവിധാനത്തിനുണ്ടായ തിരിച്ചടി. CPIMൻ്റെ 14ാം പാർട്ടി കോൺഗ്രസ് ചെന്നൈയിൽ നടക്കുമ്പോൾ, മദ്രാസിൽ നടക്കുമ്പോൾ, ഇന്നത്തെ ചെന്നൈയിൽ നടക്കുമ്പോൾ, ആ പാർട്ടി കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട സർവ്വദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്ത് സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങൾക്കുണ്ടായ തിരിച്ചടിയെ സംബന്ധിച്ചുള്ള ഒരു ശരിയായ ആഴത്തിലുള്ള പരിശോധനയായിരുന്നു. ആ പാർട്ടി കോൺഗ്രസ് പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളെ സംബന്ധിച്ച് എന്നുള്ള ഒരു പ്രമേയം ആ പാർട്ടി കോൺഗ്രസ് വിശദമായി ചർച്ച ചെയ്യുകയുണ്ടായി. ആ പ്രമേയം തയ്യാറാക്കിയത് പ്രധാനമായും തയ്യാറാക്കാൻ പോളിറ്റ് ബ്യൂറോ ചുമതലപ്പെടുത്തിയത് സഖാവ് ബസവ് പുന്നയ്യയും സഖാവ് സീതാറാമിനെയുമായിരുന്നു. പക്ഷേ പിന്നീട് സഖാവ് ബസവ് പുന്നയ്യ തന്നെ പറയുകയുണ്ടായിട്ടുണ്ട്, സഖാവ് സീതാറാമാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ കരട് രൂപം തയ്യാറാക്കിയത്. ചില അല്ലറ ചില്ലറ മോഡിഫിക്കേഷൻ വരുത്തുക എന്നുള്ള ദൗത്യം മാത്രമാണ് ബസവ് പുന്നയ്യക്ക് നിർവഹിക്കാനുണ്ടായിരുന്നത്. അതിനുശേഷം പോളിറ്റ് ബ്യൂറോ ആ രേഖ വിശദമായി ചർച്ച ചെയ്യുകയും
ആ പാർട്ടി കോൺഗ്രസ്സിൽ, ചെന്നൈയിൽ നടന്ന ആ പാർട്ടി കോൺഗ്രസ്സിൽ വളരെ പ്രധാനപ്പെട്ട ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായ പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളെ സംബന്ധിച്ച് എന്നുള്ള ആ പാർട്ടി രേഖ ആ പാർട്ടി കോൺഗ്രസ്സിൽ അവതരിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടതും സഖാവ് സീതാറാമായിരുന്നു. മുതിർന്ന നേതാക്കളായ സഖാവ് EMS, ഹർകിഷൻ സിംഗ് സുർജിത്ത്, ബസവ് പുന്നയ്യ, അതുപോലെ സഖാവ് ബിമൻ ബസു, പ്രമോദ് ദാസ് ഗുപ്ത, അങ്ങനെയുള്ള ഒരുപാട് നേതാക്കന്മാർ പങ്കെടുക്കുന്ന ആ സമ്മേളനത്തിൽ തീർച്ചയായും ഏറ്റവും ജൂനിയറായ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർക്ക് വളരെ സുപ്രധാനമായ ഒരു പാർട്ടി ഡോക്യുമെൻ്റ് പാർട്ടി കോൺഗ്രസ്സിൽ അവതരിപ്പിക്കാനും ആ ചർച്ചയ്ക്ക് നേതൃത്വം നൽകാനും അവസരം കിട്ടുക എന്ന് പറയുന്നത് എത്രത്തോളം പ്രത്യയശാസ്ത്ര കരുത്തിൻ്റെ ധൈഷണികതയുടെ ഉടമയായിരുന്നു സഖാവ് സീതാറാം എന്ന് തെളിയിക്കുന്നതാണ്. 1989 VP സിംഗ് ഗവൺമെൻറ് കാലത്തും അതിനുശേഷം പിന്നീട് 2004 അധികാരത്തിൽ വന്ന UPA ഗവൺമെൻറ് കാലത്തും മതനിരപേക്ഷ ജനാധിപത്യ സംവിധാനത്തെ അതിൻ്റെ ഭാഗമായി അധികാരത്തിൽ വന്ന കേന്ദ്ര ഗവൺമെൻറ്റിലെ CPIMൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലിൽ പ്രധാനമായും അതിൽ പങ്കുവഹിച്ചിട്ടുള്ള ഒരാൾ സഖാവ് സീതാറാമായിരുന്നു. ആ ഘട്ടത്തിലെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ കോർഡിനേഷൻ കമ്മിറ്റിയിൽ സഖാവ് സീതാറാമും അംഗമായിരുന്നു. 2004 UPAയുടെ പൊതു മിനിമം പരിപാടി തയ്യാറാക്കുന്നതിൽ സഖാവ് സീതാറാം വളരെ പ്രധാനപ്പെട്ട പങ്കാണ് വഹിച്ചത്. ഇടതുപക്ഷം കൂടി പിന്താങ്ങുന്ന ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ സ്വാഭാവികമായും ആ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി ആ ഗവൺമെൻറ്റിനെ പിന്താങ്ങുന്ന പ്രസ്ഥാനങ്ങളെല്ലാം അണിനിരക്കുമെന്നാണ് UPA നേതൃത്വമെല്ലാം കരുതിയത്. എന്നാൽ CPIMന് നിർണായകമായ സ്വാധീനമില്ലാത്ത ഒരു സംവിധാനത്തിൽ ഭരണത്തിൻ്റെ ഭാഗമാകാൻ CPIM തയ്യാറായില്ല. എന്നാൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇടതുപക്ഷം കൂടി പിന്താങ്ങുന്ന ഒരു ഗവൺമെൻറ് ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കണം എന്ന് UPA കോർഡിനേഷൻ കമ്മിറ്റിയിൽ അതിശക്തമായി വാദിക്കുകയും അതിനുവേണ്ടിയുള്ള ഒരു കോമൺ മിനിമം പ്രോഗ്രാം തയ്യാറാക്കുകയും ചെയ്തതിൽ സഖാവ് സീതാറാം യെച്ചൂരി വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, തൊഴിൽ ഉറപ്പ് പദ്ധതിയാണ്, തൊഴിൽ ദാന പദ്ധതിയല്ല, പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്തെ ഗ്രാമീണ ജനതയുടെ, സാധാരണക്കാരായ പട്ടിണിക്കാരായ ദരിദ്ര ജനവിഭാഗങ്ങളുടെ ജീവിതത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി, അവരുടെ ദാരിദ്ര്യവും പട്ടിണിയും പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തൊഴിൽ ഉറപ്പ് പദ്ധതി. മുൻകാലങ്ങളിലെല്ലാം കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുള്ളത്, പുരോഗമനപരമെന്ന് നടപ്പാക്കിയിട്ടുള്ളതെല്ലാം തൊഴിൽ ദാന പദ്ധതികളായിരുന്നു. എന്നാൽ ഇത് തൊഴിൽ ഉറപ്പ് പദ്ധതിയാണ്. ആ തൊഴിലുറപ്പ് പദ്ധതി വിവരാവകാശ നിയമം, വനാവകാശ നിയമം തുടങ്ങിയ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഇത്തരം കാര്യങ്ങൾ തയ്യാറാക്കുന്നതിൽ സീതാറാമിൻ്റെ കയ്യൊപ്പ് നമുക്ക് കാണാൻ കഴിയും. സാമ്പത്തിക, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, സാർവദേശീയ വിഷയങ്ങളെപ്പറ്റി തുടർച്ചയായി ലേഖനങ്ങളും പുസ്തകങ്ങളും രചിക്കുന്നതിൽ പാർട്ടിയിലെ മുൻനിരക്കാരനായിരുന്നു സീതാറാം യെച്ചൂരി. സീതാറാം എഴുതിയ ലേഖനങ്ങളുടെയോ പുസ്തകങ്ങളുടെയോ ഉള്ളടക്കത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഇന്ത്യയിലെയും ലോകത്തിലെയും സംഭവവികാസങ്ങൾ, സ്ഥിതിഗതികൾ മനസ്സിലാക്കുന്നതിന് സീതാറാം എഴുതിയ പുസ്തകങ്ങളും ലേഖനങ്ങളും വളരെയധികം സഹായകരമാണ്. വികസിക്കുന്ന മാർക്സിസത്തിൻ്റെ കാഴ്ചപ്പാടിലാണ് സീതാറാം സ്ഥിതിഗതികളെ വിശകലനം ചെയ്ത് നിഗമനങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. മാർക്സിസം ഒരു വരട്ട് തത്വവാദം എന്ന നിലയിലല്ല, മറിച്ച് രചനാത്മകമായ ശാസ്ത്രമായാണ് അദ്ദേഹം എല്ലായ്പ്പോഴും വിലയിരുത്തിയിരുന്നത്. ചരിത്രത്തിൻ്റെ പൊതുവിലും മുതലാളിത്തത്തിൻ്റെ പ്രത്യേകിച്ചും വിശകലനത്തിലുള്ള കാഴ്ചപ്പാടായ മാർക്സിസ്റ്റ് അടിത്തറയ്ക്ക് മുകളിൽ മാർക്സിയൻ സിദ്ധാന്തത്തെ നിരന്തരം വികസിപ്പിച്ചുകൊണ്ട് വർത്തമാനകാല ദശാസന്ധികളെയും ഭാവിയിലെ സാധ്യതകളെയും മനസ്സിലാക്കാനുള്ള പരിശ്രമമാണ് നാം നടത്തുന്നതെന്നാണ് സീതാറാം തുടർച്ചയായി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അപ്പോൾ ലോക സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങളെ ഇത്രയും ക്ലാരിറ്റിയോടുകൂടി വിശകലനം ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ഐഡിയോളജിയുടെ സാങ്കത്യവും അതിൻ്റെ പ്രസക്തിയും ആവർത്തിച്ചുറപ്പിക്കുകയും
ചൂഷണരഹിതമായ ഒരു സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് വേണ്ടി മനുഷ്യരാശിയുടെ പോരാട്ടം തുടരുമെന്നും സോഷ്യലിസം അജയ്യമാണ്, ആ സോഷ്യലിസത്തിന് മരണമില്ല, എന്നാൽ സോഷ്യലിസ്റ്റ് നിർമ്മാണ പ്രക്രിയയിൽ ഉണ്ടാകുന്ന അപാകതകൾ തിരിച്ചടിക്ക് കാരണമാകുമെന്നും ലോകത്ത് 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന നാളുകളിൽ ഉണ്ടായ സംഭവവികാസങ്ങൾ സ്വാഭാവികമായും നമ്മുടെ സമൂഹത്തിൽ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിലുണ്ടായിട്ടുള്ള അപാകതകളാണെന്നും ആ അപാകതകൾ ഒരിക്കൽ അത് തിരുത്തുകയും വീണ്ടും ആ സോഷ്യലിസ്റ്റ് നിർമ്മാണ പ്രക്രിയ തുടരുകയും ചെയ്യുമെന്ന് ആവർത്തിച്ച് സ്ഥാപിക്കുന്ന നിലപാട് ലോകത്തിനു മുമ്പിൽ അവതരിപ്പിച്ച നേതാവാണ് സീതാറാം യെച്ചൂരി. 30-35 വർഷങ്ങൾക്ക് ശേഷം നാം പരിശോധിക്കുമ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. സോഷ്യലിസ്റ്റ് സോവിയറ്റ് റഷ്യയും അതുപോലെ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലെ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയും തിരിച്ചടി നേരിട്ടതോടുകൂടി ഇനി മാർക്സിസത്തിന് ഭാവിയില്ല. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്നുള്ള ഒരു ഉട്ടോപ്യൻ കാഴ്ചപ്പാടാണ്, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ് ഇനി ലോകത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നത് എന്നെല്ലാമാണ് വലതുപക്ഷ ഭരണകൂടങ്ങളും വലതുപക്ഷ പ്രചാരകന്മാരും മാധ്യമങ്ങളും എല്ലാം ആവർത്തിച്ചു പറഞ്ഞത്. ആ ഘട്ടത്തിൽ നമുക്കെല്ലാം ഓർമ്മയുണ്ട്, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെല്ലാം പിരിച്ചുവിടണമെന്നും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇനി പ്രവർത്തിച്ചിട്ട് കാര്യമില്ല എന്നും DYFI പോലുള്ള സംഘടനകളൊക്കെ പിരിച്ചുവിട്ട് അതിലുള്ള ചെറുപ്പക്കാരൊക്കെ വല്ല യൂത്ത് കോൺഗ്രസ്സിലോ അതുപോലുള്ള പ്രസ്ഥാനങ്ങളിലോ ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് ഭാവിയിൽ നല്ലത് എന്ന് മുഖപ്രസംഗം എഴുതി മലയാള മനോരമ നമ്മളെല്ലാം പരിഹസിക്കുന്ന സാഹചര്യം രാജ്യത്തുണ്ടായി. കാരണം സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ തകർന്നതോടുകൂടി ഇനി തലവെക്കാൻ പോകുന്നില്ല എന്നാണ്. അത്തരമൊരു കാഴ്ചപ്പാടാണ് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത്. എന്നാൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, പ്രത്യേകിച്ച് CPIM പറഞ്ഞു, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പ്രത്യയശാസ്ത്രം അത് സാമൂഹ്യ വളർച്ചയുടെ ശാസ്ത്രമാണ്, അതിന് ഭരണമില്ല, മാർക്സിസം അജയ്യമാണ്, ചൂഷണരഹിതമായ ഒരു വ്യവസ്ഥയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം നിലനിൽക്കുന്നിടത്തോളം കാലം അതിനുവേണ്ടി മനുഷ്യ സമൂഹം ഒറ്റക്കെട്ടായി ഇറങ്ങുന്ന കാലത്തോളം മാർക്സിസം പ്രസക്തമാണ്. ആ മാർക്സിസ്റ്റ് ഐഡിയോളജിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ലോകക്രമം ഈ സമൂഹത്തിൽ വളർന്നു വരിക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിക്കുന്നതായിരുന്നു CPIMൻ്റെ പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള പ്രമേയം. അത് ഇന്നിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇപ്പോഴും ലോകത്തിലെ 5 രാഷ്ട്രങ്ങൾ, ചൈന, വിയറ്റ്നാം, ഉത്തര കൊറിയ, ക്യൂബ, ലാവോസ്, അതുപോലെ മറ്റൊരു 16 രാജ്യങ്ങൾ, ആ രാജ്യങ്ങൾ ഒന്നുകിൽ വർക്കേഴ്സ് പാർട്ടി, അല്ലെങ്കിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി, അല്ലെങ്കിൽ ഇടതുപക്ഷ ഗ്രൂപ്പുകൾ, ഇവയെല്ലാം നേതൃത്വം നൽകുന്ന 16 രാജ്യങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. അങ്ങനെ ആകെ 21 രാജ്യങ്ങളിലായി. അതിൽ ചിലയിടത്ത് ചിലപ്പോൾ തിരിച്ചടികൾ ഉണ്ടാകുന്നുണ്ട്, അപ്പോൾ മറ്റു ചിലയിടത്ത് പുതിയ മുന്നേറ്റവും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നേപ്പാളിലെ സംഭവവികാസം സമീപകാലത്തുണ്ടായിട്ടുള്ളതാണ്. ജനാധിപത്യ അവകാശങ്ങൾ എവിടെ നിഷേധിക്കപ്പെടുന്നുവോ, പൗരാവകാശങ്ങൾ എവിടെ നിഷേധിക്കപ്പെടുന്നുവോ, അവിടെ ഭരണകൂടം ഏതാണെങ്കിലും ജനങ്ങൾ സംഘടിതമായി തെരുവിലേക്ക് ഇറങ്ങും. അതിപ്പോൾ നേപ്പാളിൽ മാത്രമല്ല, ഫ്രാൻസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഇടതുപക്ഷ പാർട്ടിയോ ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ആ രാജ്യത്തെ ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടു എന്ന് പറയാനാവില്ല. അപ്പോൾ അതിൻ്റെ ഉദാഹരണമാണ് നേപ്പാൾ. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നേപ്പാളിൽ അധികാരത്തിൽ വന്ന ഗവൺമെൻറ്, ആ ഗവൺമെൻറ് അവിടുത്തെ തൊഴിലില്ലായ്മ, അതുപോലെ വിലക്കയറ്റം അടക്കമുള്ള ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ഒരു പ്രതീക്ഷ അർപ്പിക്കാൻ കഴിയുന്നൊരു സംവിധാനമാണ് എന്ന് ജനങ്ങൾക്ക് തോന്നുന്നില്ല എങ്കിൽ സ്വാഭാവികമായി തിരിച്ചടി ഉണ്ടാവും. മാത്രമല്ല, ഇന്നത്തെ ആഗോള സമ്പദ് വ്യവസ്ഥ നേരിടുന്ന അതിരൂക്ഷമായ പ്രതിസന്ധി എല്ലാ ലോകരാജ്യങ്ങളെയും കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ച നേരിടുന്ന രാജ്യം അമേരിക്കയാണ്. ഏറ്റവും വലിയ കടബാധ്യതയിലാണ്. ആ കടബാധ്യതയും അതുപോലെ തന്നെ പ്രതിസന്ധിയും ലോകരാജ്യങ്ങളിൽ നടത്തുന്ന ഇടപെടലിലൂടെ തങ്ങളുടെ പ്രതിസന്ധി മറികടക്കാനുള്ള ഉപായമാണ് പലതരത്തിലുള്ള നീക്കങ്ങളിലൂടെ, ചുങ്കം ഏർപ്പെടുത്തുന്നതിലൂടെയും പ്രതികാര ചുങ്കം നടപ്പാക്കുന്നതിലൂടെയും ഒക്കെ നിർവഹിക്കാൻ അവർ ശ്രമിക്കുന്നത്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലും അതുപോലെ അവികസിത രാജ്യങ്ങളിലുമെല്ലാം ഉള്ള സമ്പത്ത് പഴയതുപോലെ കോളനി വാഴ്ചയിലൂടെ കൈയടക്കാനാവില്ല എന്നവർക്കറിയാം.
എന്നാൽ തങ്ങളുടെ പ്രതിസന്ധി മറികടക്കാനുള്ള പരിശ്രമങ്ങൾ അവർ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ പ്രതിസന്ധികളെ ശരിയായ നിലയിൽ മനസ്സിലാക്കുകയും ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത്, ഒരു വികസ്വര രാജ്യത്ത് ഭരണകൂടവും ആ ഭരണകൂടം നയിക്കുന്ന പ്രത്യയശാസ്ത്രവുമെല്ലാം ഉണ്ടാക്കുന്ന ആപത്തിനെ സംബന്ധിച്ച് ഇന്നത്തെ സംഘപരിവാറിൻ്റെ പ്രത്യയശാസ്ത്ര പ്രതിലോമ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നിരന്തരമായി ജനങ്ങളെ പഠിപ്പിക്കുന്ന നേതാവായിരുന്നു സഖാവ് സീതാറാം യെച്ചൂരി. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലൂടെ, ലേഖനങ്ങളിലൂടെ, ഗ്രന്ഥങ്ങളിലൂടെ നിരന്തരമായി ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അപകടകരമായ അക്രമോത്സുകമായ നീക്കങ്ങളെ അതിശക്തമായി പ്രതിരോധിക്കാൻ മുന്നിൽ നിന്ന് നമുക്ക് നേതൃത്വം നൽകിയ നേതാവാണ് സഖാവ് സീതാറാം യെച്ചൂരി. ഈ അടുത്ത കാലത്ത് സംഭവവികാസങ്ങൾ നാം പരിശോധിച്ചാൽ ജമ്മു കാശ്മീരിൻ്റെ ഭരണഘടന നൽകുന്ന പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷം അവിടെ പ്രതിപക്ഷ നേതാക്കന്മാരെ മുഴുവൻ വീട്ടുതടങ്കലിലാക്കുകയോ അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയൊക്കെ ചെയ്ത ഘട്ടത്തിൽ ജമ്മു കാശ്മീരിലേക്ക് ധീരമായി ചെല്ലുകയും ശ്രീനഗർ വിമാനത്താവളത്തിൽ ചെല്ലുകയും അവിടെ നിന്ന് കേന്ദ്ര ഗവൺമെൻറ് അദ്ദേഹത്തെ ബലമായി തിരിച്ചയക്കുകയാണ് ഉണ്ടായത്. പിന്നീട് സുപ്രീം കോടതിയുടെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം ശ്രീനഗറിൽ ചെന്നത്. പാർട്ടി നേതാവായ മുഹമ്മദ് യൂസഫ് തരിഗാമിയെ നേരിട്ട് കാണുകയും അദ്ദേഹത്തിന് ചികിത്സ ഏർപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കുകയും ജമ്മു കാശ്മീർ പ്രശ്നം, അവിടെ നടക്കുന്ന സംഭവവികാസങ്ങളെ സംബന്ധിച്ച് ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ ഒരു അഖിലേന്ത്യാ രാഷ്ട്രീയ ഭാരവാഹി സഖാവ് സീതാറാമായിരുന്നു. അതുപോലുള്ള നിരവധി ഘട്ടങ്ങളിൽ ഇലക്ട്രൽ ബോണ്ട്, BJP നമ്മുടെ രാജ്യത്തെ കോർപ്പറേറ്റുകളെ ഉപയോഗിച്ച് അഴിമതി നടത്താനുള്ള ഭരണഘടനാ വിരുദ്ധമായ ഒരു പദ്ധതിയാണതെന്നും അത് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഉന്നതമായ മൂല്യങ്ങളുടെ തകർച്ചയാണെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുകയും ആ ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കുന്ന ആ നിയമ പോരാട്ടത്തിന് നേതൃത്വം നൽകിയത് സഖാവ് സീതാറാം യെച്ചൂരിയായിരുന്നു. ഏറ്റവും സമീപകാലത്ത് ഒന്നാമതും രണ്ടാമതും BJP അധികാരത്തിൽ വന്നതിന് ശേഷം അവരുടെ ഹിന്ദുത്വ രാഷ്ട്രീയം കൂടുതൽ അക്രമോത്സുകമാകുകയാണ്. എല്ലാ നിലയിലും നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ ജനാധിപത്യ അടിത്തറയെ തകർക്കുന്ന സമീപനവുമായി മുന്നോട്ട് പോവുകയും രാജ്യത്തെ പൗരാവകാശങ്ങളും ഭരണഘടന തന്നെയും വെല്ലുവിളിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നിരയെ യോജിപ്പിച്ച് അണിനിരത്തേണ്ടതിൻ്റെ ആവശ്യകത ഈ ലോകത്തിൻ്റെ മുമ്പിൽ, ഇന്ത്യയിലെ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ മുമ്പിൽ സഖാവ് സീതാറാം അടക്കമുള്ള CPIM നേതൃത്വം അവതരിപ്പിക്കുന്നത്. ഭാഗമായി രൂപപ്പെട്ടതാണ് ഇന്ത്യ കൂട്ടായ്മ, ഇന്ത്യ ബ്ലോക്ക്. അത് സംഘടിപ്പിക്കുന്നതിന് നടത്തിയ ആദ്യത്തെ പരിശ്രമം പാളിപ്പോയി. രണ്ടാമത് ഇടതുപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള ഒരു കൂടിയാലോചന ഡൽഹിയിൽ CPIM കേന്ദ്ര ആസ്ഥാനത്ത് വിളിച്ചുകൂട്ടി. സഖാവ് സീതാറാമാണ് അതിന് നേതൃത്വം നൽകിയത്. CPIMൻ്റെ തീരുമാനപ്രകാരമാണ്. ആ 5 പാർട്ടികൾ ആ യോഗത്തിൽ പങ്കെടുത്തു. CPIM, CPI, RSP, ഫോർവേഡ് ബ്ലോക്ക്, CPIML. ഈ 5 പാർട്ടികൾ ചേർന്ന് നടത്തിയ ആലോചനയുടെ ഭാഗമായിട്ടാണ് എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാരെയും ഒരു വേദിയിൽ കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങൾക്ക് മുൻകൈ എടുക്കാൻ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായി സഖാവ് സീതാറാം യെച്ചൂരി ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലെയും നേതാക്കന്മാരുമായി നേരിട്ട് ആശയവിനിമയം നടത്തി. അദ്ദേഹം തമിഴ്നാട്ടിൽ നേരിട്ട് ചെന്നാണ് തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ MK സ്റ്റാലിനുമായി സംസാരിച്ചത്. അതുപോലെ തന്നെ ചന്ദ്രശേഖർ റാവു, നവീൻ പട്നായിക്, നിതീഷ് കുമാർ, ശരത് പവാർ, ജമ്മു കാശ്മീരിലെ ഫാറൂഖ് അബ്ദുള്ള, അതുപോലെ മമതാ ബാനർജി തുടങ്ങിയ മിക്കവാറും എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാരെയും സംസ്ഥാന മുഖ്യമന്ത്രിമാരെയും എല്ലാം നേരിട്ട് കണ്ട് സംസാരിച്ചു. ആ ഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, BJP അതിൻ്റെ ഭരണകൂടത്തിലെ തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് വിവിധ സംസ്ഥാന ഗവൺമെൻറ്റുകളെ അട്ടിമറിക്കുകയായിരുന്നു. MLA മാരെ ഒന്നുകിൽ കാശ് കൊടുത്ത് കൂറുമാറ്റിയെടുക്കും, അല്ലെങ്കിൽ ചാക്കിട്ട് പിടിക്കും. വലിയ തോതിൽ പണമൊഴുക്കി ജനഹിതം അട്ടിമറിച്ചുകൊണ്ടാണ് പല സംസ്ഥാന ഗവൺമെൻറ്റുകളെയും പിരിച്ചുവിട്ട് അവിടെയെല്ലാം BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനെ അധികാരത്തിൽ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിമാരടക്കം മന്ത്രിമാരടക്കമുള്ള പ്രതിപക്ഷ നേതാക്കന്മാരെ പലരെയും കള്ളക്കേസിൽപ്പെടുത്തി ജയിലിലടക്കുന്ന സാഹചര്യം ഉണ്ടായി. അരവിന്ദ് കെജ്രിവാൾ, അതുപോലെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, അതുപോലെ പല പാർലമെൻറ്റ് മന്ത്രിമാരായിട്ടുള്ള തമിഴ്നാട്ടിലെ 2 മന്ത്രിമാർ, അങ്ങനെ പല മന്ത്രിമാരെയും
MP മാർ, MLA മാർ, പ്രതിപക്ഷ നിരയിലെ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കന്മാരെ എല്ലാം പ്രതിപക്ഷ നിരയിലുള്ള ആളുകളെല്ലാം ജയിലിലടച്ചുകൊണ്ട് തങ്ങളുടെ അപ്രമാദിത്വം സ്ഥാപിക്കാനാണ് സംഘപരിവാർ പരിശ്രമിച്ചത്. എന്നാൽ ഇതിനെ നേരിട്ട് കൊണ്ടല്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന തിരിച്ചറിവിലേക്ക് പ്രതിപക്ഷ നിരയെ യോജിപ്പിച്ചണിനിരത്തുന്നതിൻ്റെ ഭാഗമായി ആദ്യം നടത്തിയ പരിശ്രമം പാളിപ്പോയ പശ്ചാത്തലത്തിലാണ് ഇടതുപക്ഷ പാർട്ടികൾ യോഗം ചേർന്ന് ഈ പ്രതിപക്ഷ നിരയിലെ നേതാക്കന്മാരെല്ലാം അണിനിരത്താനുള്ള പരിശ്രമം നടത്തിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ബീഹാറിൻ്റെ തലസ്ഥാനമായ പാട്നയിൽ നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാക്കന്മാരുടെ വിപുലമായൊരു യോഗം വിളിച്ചു കൂട്ടിയത്. ആ യോഗത്തിൽ 18 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്തു. അത് പ്രതിപക്ഷ നിരയിൽ ഒരു ആത്മവിശ്വാസം നൽകിയ നീക്കമായിരുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് സഖാവ് സീതാറാമായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ബോംബെയിൽ വെച്ച് വീണ്ടും ശരത് പവാറിൻ്റെ കൂടി മുൻകൈയോടെ പ്രതിപക്ഷ നേതാക്കന്മാരുടെ അടുത്ത ഒരു യോഗം സംഘടിപ്പിക്കുകയുണ്ടായി. അതിൽ 28 പാർട്ടികൾ പങ്കെടുത്തു. അവിടെയാണ് ഇന്ത്യ കൂട്ടായ്മ എന്ന ഒരു രാഷ്ട്രീയ സംവിധാനം സംഘപരിവാർ അക്രമത്തെ നേരിടുന്നതിന്, നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ മതനിരപേക്ഷ സംവിധാനത്തെ കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള യോജിച്ച പ്രവർത്തനത്തിൽ അണിനിരക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ഒരു പ്രഖ്യാപനം ആ സമ്മേളനം നടത്തുകയുണ്ടായി. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടപെടാനായത്. കോൺഗ്രസ് കുറച്ചുകൂടി യാഥാർത്ഥ്യബോധത്തോടെ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇന്ന് BJP പ്രതിപക്ഷത്തിരിക്കുമായിരുന്നു. അത്ര ശക്തമായൊരു നീക്കമാണ് രാജ്യത്താകെ വളർന്നു വന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയപ്പോൾ ഇത്തവണ കഴിഞ്ഞ തവണത്തേക്കാൾ 63 ലോക്സഭാ അംഗങ്ങളുടെ കുറവ് BJP നേരിടേണ്ടി വന്നു. BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് തിരിച്ചടി ഉണ്ടായത്. ആ തിരിച്ചടിക്ക് നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്ന ജനരോഷം, കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും എല്ലാം പമ്പിച്ച പ്രക്ഷോഭങ്ങൾ, അതുപോലെ തന്നെ വർഗീയതക്കെതിരായിട്ടുള്ള വിപുലമായ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ ഇടപെടലുകൾ, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നിരയെ യോജിപ്പിച്ച് അണിനിരത്തുന്നതിൽ നടത്തിയ പരിശ്രമങ്ങളെല്ലാം സംഘപരിവാറിൻ്റെ 400 സീറ്റിലധികം നേടി അധികാരത്തിൽ വരും എന്നുള്ള അഹങ്കാരപരമായ ആ നീക്കത്തിന് തടയിടാൻ കഴിഞ്ഞു എന്നുള്ളത് നിസ്സാരമല്ല. 400-ലധികം സീറ്റ് നേടി നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ഭരണഘടന തന്നെ തങ്ങൾക്ക് താല്പര്യമുള്ള വിധത്തിൽ മാറ്റി എഴുതാം എന്നാണ് BJP വ്യാമോഹിച്ചത്. RSS അതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റിയെടുക്കാൻ ഉള്ള നീക്കത്തിൻ്റെ ഭാഗമായിരുന്നു അത്. എന്നാൽ ആ പ്രതീക്ഷകളെ തകർത്തുകൊണ്ടാണ് BJPക്ക് കേവല ഭൂരിപക്ഷം പാർലമെൻറ്റിൽ നഷ്ടമാകുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. എന്നാലും 2-3 പ്രാദേശിക പാർട്ടികളുടെ സഹായത്തോടെ അവർ അധികാരത്തിൽ വന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിലനിൽക്കുകയാണ്. ശക്തമായ തിരിച്ചടിയാണ് സംഘപരിവാറിന് ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നൽകാനായത്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളെ ആകെ യോജിപ്പിച്ച് അണിനിരത്താനായാൽ സംഘപരിവാറിൻ്റെ ഈ തേർവാഴ്ച തടയാനാവും എന്ന് ലോകത്തിനു മുമ്പിൽ തെളിയിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടായി. എല്ലാം പ്രധാനപ്പെട്ട പങ്കുവഹിച്ച നേതാവായിരുന്നു സഖാവ് സീതാറാം യെച്ചൂരി എന്നുള്ളത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വളരെയധികം പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതം വളരെ ലളിതമായി, വളരെയധികം വിനയത്തോടെ, എല്ലാവരെയും സമഭാവനയോടെ കാണുന്ന ഒരു നേതാവായിരുന്നു. ഞങ്ങൾക്കൊക്കെ വ്യക്തിപരമായി വളരെയധികം അടുപ്പമുണ്ടായിരുന്നു അദ്ദേഹവുമായി. എന്നെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹം 1985 മുതൽ അദ്ദേഹം ആലപ്പുഴ വന്ന കാലത്ത് അന്ന് SFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരിക്കുമ്പോൾ സഖാവ് NS കൊട്ടാരക്കരയിൽ ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ടതിനെ തുടർന്ന് SFI സമ്മേളനം നടക്കുന്ന ഘട്ടമായിരുന്നു. SFIയുടെ പതാകജാഥ ഉദ്ഘാടനം ചെയ്തിട്ട് തിരിച്ചു വരുന്ന വഴിയിലാണ് കൊട്ടാരക്കരയിൽ വെച്ച് സഖാവ് NS വാഹനാപകടത്തിൽ മരിക്കുന്നത്. അന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ കൊണ്ടുവന്നാണ് അടക്കം ചെയ്തത്. ആ സംസ്കാരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സഖാവ് സീതാറാം യെച്ചൂരി അന്ന് SFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റാണ്. SFI സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം കേരളത്തിലെത്തിയത്. കൊല്ലത്ത് നടക്കുന്ന ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തുമ്പോഴാണ് മരണമുണ്ടായത്. ശവസംസ്കാരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സഖാവ് സീതാറാമും അന്ന് SFI നേതാവായിരുന്ന സഖാവ് മത്തായി ചാക്കോ ഒരുമിച്ചാണ് വന്നത്. അദ്ദേഹം ആലപ്പുഴയിൽ വന്നു. അന്നൊരു ദിവസം ആലപ്പുഴയിൽ പാർട്ടി ഓഫീസിൽ താമസിച്ച് പിറ്റേ ദിവസം വെളുപ്പിനെയാണ് അദ്ദേഹം തിരിച്ചു പോയത്.
അന്നു മുതലുള്ള സൗഹൃദമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. ആലപ്പുഴയിലെ മിക്കവാറും എല്ലാ പാർട്ടി നേതാക്കന്മാരെയും അദ്ദേഹത്തിന് നേരിട്ട് പരിചയമായിരുന്നു. ആലപ്പുഴയിൽ വരുമ്പോഴെല്ലാം DC ഓഫീസിൽ വരികയും ആലപ്പുഴയുടെ സവിശേഷമായ ഭക്ഷണ രീതികളൊക്കെ അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ടതായിരുന്നു. പ്രത്യേകിച്ച് മത്സ്യക്കറിയൊക്കെ വളരെ താല്പര്യമുള്ള ഒരാളായിരുന്നു അദ്ദേഹം. അപ്പോൾ ആലപ്പുഴയിൽ വരാൻ തന്നെ അദ്ദേഹം പലപ്പോഴും വളരെയധികം താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്താണെങ്കിൽ നിർബന്ധമായും ആലപ്പുഴയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പര്യടന പരിപാടി ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പായിരുന്നു. ആ ഘട്ടത്തിലെല്ലാം അദ്ദേഹത്തെ അനുധാവനം ചെയ്യാനുള്ള അവസരം ലഭിച്ച ആളുകളിൽ ഒരാളാണ് ഞാൻ. ആ ഘട്ടത്തിലെല്ലാം രാഷ്ട്രീയം മാത്രമല്ല, സാംസ്കാരിക കാര്യങ്ങൾ, അതുപോലെ സ്പോർട്സ്, സിനിമ, മറ്റ് സാമൂഹ്യ പ്രശ്നങ്ങളെല്ലാം അദ്ദേഹം വളരെ ആഴത്തിൽ മനസ്സിലാക്കുകയും പറയുകയും നമ്മളോട് വിശദീകരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. നിലയിലെല്ലാം സവിശേഷമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാടിനെ തുടർന്ന് ഞങ്ങളൊക്കെ ഡൽഹി ചെന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലും AKG ഭവനിലും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം എയിംസിന്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന് പഠനത്തിന് വേണ്ടി വിട്ടുകൊടുക്കാനുണ്ടായത്. മരണം പോലും പഠനത്തിന് വിധേയമാക്കുന്ന ആ ദാർശനികമായ മനോഭാവം, അതാണ് സീതാറാം യെച്ചൂരി. ലോകത്തിൽ, ഞാൻ ആദ്യം പറഞ്ഞു, ലോകത്തിലെ നേതാക്കന്മാരുമായി, ഇന്ത്യയിലെ ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ മിക്കവാറും എല്ലാ നേതാക്കന്മാരുമായി അദ്ദേഹത്തിന് വളരെ അടുത്ത ആത്മബന്ധമുണ്ടായിരുന്നു. 2 തവണ അദ്ദേഹം രാജ്യസഭയിൽ അംഗമായിരുന്നു. പാർലമെൻറ്റിലെ അദ്ദേഹത്തിൻ്റെ ഡിബേറ്റുകൾ എല്ലാവരും ശ്രദ്ധിക്കുന്നതായിരുന്നു. അദ്ദേഹത്തിൻ്റെ വളരെ ചിന്തോദ്ദീപമായ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, അത് പലതും ഇപ്പോൾ നവമാധ്യമങ്ങളിലൂടെ ആളുകളുടെ ഇടയിൽ വളരെയധികം പ്രചാരം നേടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അദ്ദേഹം വഹിച്ച അദ്ദേഹത്തിൻ്റെ സവിശേഷമായ വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, അദ്ദേഹത്തിൻ്റെ ജീവിതം ഒക്കെ നമുക്കെല്ലാം മാതൃകയാക്കാൻ കഴിയുന്നതാണ്. ഇന്നത്തെ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യത്തെ നേരിടുന്നതിന് സഖാവ് സീതാറാം യെച്ചൂരിയുടെ ജീവിത മാതൃക തീർച്ചയായും നമുക്കൊക്കെ കരുത്ത് പകരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ദീപ്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ അനുസ്മരണ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാ സഖാക്കൾക്കും, ഇടതുപക്ഷം, ഹൃദയപക്ഷം എന്ന ഈ നവമാധ്യമ കൂട്ടായ്മയിലെ എല്ലാ സഖാക്കൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു.